തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിലപ്പെട്ട കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും എന്നുള്ള വിഷയത്തിൽ കർത്താവായ യേശുവിന്റെ ഐഹിക ജീവിതത്തിൽ യേശുവിന്റെ ബാല്യം മുതൽ യൗവനം വരെയുള്ള ആ കാലഘട്ടത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് തിരുവചനത്തിൽ നിന്ന് അറിയുവാൻ കഴിയുന്നുള്ളൂ. യേശുവിന്റെ ജനനത്തെ പറ്റി പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. യേശുവിന്റെ വംശാവലിയെ പറ്റി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1:19 യേശുവിന്റെ വളർത്തപ്പനായിരുന്ന യോസഫ് നീതിമാനായിരുന്നുവെന്ന്, അല്ലെങ്കിൽ മറിയയുടെ ഭർത്താവായിരുന്ന യോസഫ് നീതിമാനായിരുന്നുവെന്ന് പറയുന്നുണ്ട്. നീതിമാൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ന്യായപ്രമാണ കർമ്മങ്ങൾ വളരെ നിഷ്ഠയോടെ അനുസരിച്ചിരുന്ന വ്യക്തികളെ കുറിച്ചാണ് നീതിമാൻ എന്ന് പറഞ്ഞിരുന്നത്. അല്ലാതെ ദൈവവചന പ്രകാരം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവവചനം പറയുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതിൽ കർത്താവായ യേശുക്രിസ്തു ഒഴികെ ഒരു മനുഷ്യനും നീതിമാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. എനിക്കറിയാം ചിലരെ പറ്റി, ദാനിയേല്, യോബ്, നോഹ തുടങ്ങിയവരെ പറ്റി നീതിമാന്മാരെന്ന് പറഞ്ഞിട്ടുള്ള 2 വാക്യങ്ങളുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതേ അർത്ഥത്തിൽ തന്നെ ഇവിടെ യോസഫിനെ പറ്റി പറഞ്ഞിരിക്കുന്നതും എടുത്താൽ മതി. ന്യായപ്രമാണ കർമ്മങ്ങൾ നിഷ്ഠയോടെ അനുസരിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം എല്ലാവരും നീതീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ ന്യായപ്രമാണ കർമ്മങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടെ അനുഷ്ഠിച്ചിരുന്ന മാതാപിതാക്കളായിരുന്നു യേശുവിന്റെ മാതാപിതാക്കൾ എന്നുള്ളത് ദൈവവചനം സൂചിപ്പിക്കുന്നു. ലൂക്കോസ് 2:41 അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും എന്ന് പറയുന്നതും മുടങ്ങാതെ പെരുന്നാളുകളിൽ പങ്കെടുക്കുന്നത്, മതപരമായ ചടങ്ങുകൾ പാലിക്കുന്നതിൽ അവർ ഉത്സുകരായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. യേശു ജനിച്ചത് അന്നത്തെ പ്രമാണിമാരിൽ ഒരാളുടെ ഭവനത്തിലായിരുന്നില്ല. മത മേലധികാരികളായ പുരോഹിതന്മാരുടെയോ സന്നിധി സംഘാംഗങ്ങളുടെയോ പുരുഷന്മാരുടെയോ ന്യായശാസ്ത്രിമാരുടെയോ കുടുംബങ്ങളിലല്ല ജനിച്ചത്. നമുക്കറിയാം, നാം ജനിച്ച മാതാപിതാക്കളെ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, ദൈവത്താൽ അങ്ങനെ സംഭവിച്ചതാണ്. എന്നാൽ ലോകത്തിൽ ജനിച്ചതിൽ ഒരു വ്യക്തിക്ക് മാത്രം തിരഞ്ഞെടുക്കുവാൻ സാധിച്ചിരുന്നു. സ്വന്തം ജനിക്കുവാനുള്ള ഗർഭപാത്രം തിരഞ്ഞെടുക്കുവാൻ അവസരം ലഭിച്ച, അല്ലെങ്കിൽ അതിന് സാധ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു, ദൈവത്തിനായ യേശു ആയിരുന്നു. യേശു ജനിച്ചത് ഒരു സാധാരണ തച്ചന്റെ മകനായിട്ട് അറിയപ്പെടുവാൻ തക്കവണ്ണം മറിയ എന്ന് പറയുന്ന ഒരു സാധുസ്ത്രീ, ആ തച്ചൻ വിവാഹം കഴിച്ച സാധുസ്ത്രീയുടെ ഉദരത്തിലായിരുന്നു യേശു ജനിച്ചത്. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു തന്റെ പിതൃനഗരത്തിൽ ചെന്നു. ശബത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു. അത് കേട്ട് ജനം വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? ഇവന് കിട്ടിയ ജ്ഞാനവും ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്താ? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കിൽ ഇടറിപ്പോയി. ഒരു നോബൽ ഫാമിലിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു റിലീജിയസ് എലൈറ്റ് ആയിട്ട് ജന്മമെടുത്തിരുന്നുവെങ്കിൽ യേശുവിനെ കുറിച്ച് അവരൊരു നിന്ദ്യമായ നിലയിൽ അവര് അങ്ങനെ സംസാരിക്കില്ലായിരുന്നു.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു സാധാരണ കുടുംബത്തിൽ, ഒരു തൊഴിലാളിയുടെ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. യെശയ്യാപ്രവാചകന്റെ ചുരുൾ വായിച്ച് ജനത്തോട് ഉപദേശിക്കുമ്പോൾ അവര് ചോദിക്കുന്നത്, ഇവന് ഈ ജ്ഞാനം എവിടെ നിന്ന് കിട്ടി എന്ന് ആശ്ചര്യപ്പെടുകയാണ്. ഇവൻ തച്ചന്റെ മകനല്ലയോ എന്നാണ് അവര് ആശ്ചര്യപ്പെടുന്നത്. അപ്പോൾ യേശുവിനെ ജനം സംബന്ധിച്ച് അങ്ങനെ ഏറ്റവും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. യേശു ജനിച്ച കാലഘട്ടത്തെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഹെരോദ് ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന മഹാനായ ഹെരോദാവിന്റെ മരണത്തിന് കുറഞ്ഞത് ഒരു 2 വർഷം മുൻപെങ്കിലുമാണ് യേശു ജനിച്ചത്. അതായത് BC 4 2 വർഷം മുൻപെങ്കിലുമാണ് ജനിച്ചിരിക്കുന്നത്. അതിന്റെ തെളിവായിട്ട് ചില വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് നമ്മൾ ആദ്യമായി പഠിക്കുവാൻ പോകുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമായിരുന്നു ബാർ മിത്സ്വ എന്ന് പറയുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കാം ബാർ മിത്സ്വ. യേശുവിനെ ബാർ മിത്സ്വ ആചരിക്കുവാനായിട്ട് അവന്റെ മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് ബാർ മിത്സ്വ? യഹൂദന്മാർക്ക്, പ്രത്യേകിച്ച് ബാലന്മാർക്ക് 13 വയസ്സിൽ, ബാലികമാർക്ക് 12 വയസ്സിൽ ബാർ മിത്സ്വ, ബാലികമാരാണെങ്കിൽ ബത്ത് മിത്സ്വ എന്നാണ് പറയുന്നത്. ബാർ മിത്സ്വ അല്ലെങ്കിൽ ബത്ത് മിത്സ്വ എന്നൊരു ആചാരമുണ്ട്. ആ ആചാരത്തിന്റെ പേരും ബാർ മിത്സ്വ എന്നാണ്. അത് ആചരിച്ചവനെ ബാർ മിത്സ്വ എന്നാണ് വിളിക്കുന്നത്. ഒരു കുട്ടി ബാർ മിത്സ്വ ആകും വരെ അവനെ ഒരു ബാലനായിട്ട് എണ്ണപ്പെടുകയാണ്. അവനെ ന്യായപ്രമാണം പഠിപ്പിച്ചു അനുസരിപ്പിച്ച് നടത്തുവാനുള്ള ഉത്തരവാദിത്വം ഈ 13 വയസ്സ് ആകുന്നത് വരെ അവന്റെ അമ്മയപ്പന്മാർക്കാണ് അതിനുള്ള ഉത്തരവാദിത്വം. ബാർ മിത്സ്വ എന്നുള്ള എബ്രായ പദത്തിന് സൺ ഓഫ് കമാൻഡ്മെന്റ്, ന്യായപ്രമാണത്തിന്റെ പുത്രൻ എന്നാണ് അർത്ഥം. അതിന്റെ റബ്ബിനിക്കൽ യൂസേജ് ന്യായപ്രമാണത്തിന് വിധേയൻ എന്നല്ലെങ്കിൽ ന്യായപ്രമാണത്തോട് ഉത്തരവാദിത്വമുള്ളവൻ എന്നൊക്കെ പറയാം. ലിറ്ററൽ മീനിങ് സൺ ഓഫ് കമാൻഡ്മെന്റ്. ബാർ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ടർ എന്നാണ്. മിത്സ്വ കമാൻഡ്മെന്റ്. ഒരുവൻ ബാർ മിത്സ്വ ആകുന്നത് മുതൽ ആ ബാലൻ അല്ല, പിന്നെ അവൻ യുവാവ്, അവൻ തന്റെ പ്രവർത്തികൾക്ക് ഉത്തരവാദിയാകും. ഏഴാം മാസം 10-ാം തീയതി മഹാപാപ പരിഹാര യാഗം അല്ലെങ്കിൽ യോം കിപ്പൂറായി ആചരിക്കുന്ന ആ സമയത്ത് ബാർ മിത്സ്വ ആ ദിവസം ഉപവസിക്കണം. അതുവരെ അവനെ അങ്ങനെ ഉപവസിക്കാൻ ഉത്തരവാദിത്തമില്ല. എന്നാൽ അതുവരെ അവനെ ഒരു ശിശുവായിട്ട് അല്ലെങ്കിൽ ഒരു ബാലനായിട്ട് കരുതിയിരിക്കുകയാണ്. എന്നാൽ 13 വയസ്സിൽ ഇവൻ ബാർ മിത്സ്വ എന്ന കർമ്മം ആചരിച്ചു കഴിഞ്ഞാൽ അത് മുതൽ ന്യായപ്രമാണത്തിന്റെ കർമാചാരങ്ങൾക്കെല്ലാം അനുഷ്ഠിക്കുവാൻ അവൻ ഉത്തരവാദിയായി മാറുകയാണ്. അതുവരെ അവനെ ന്യായപ്രമാണം അവന്റെ മാതാപിതാക്കൾ അവനെ പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ബാർ മിത്സ്വ ആകുന്നത് മുതൽ യഹൂദന്മാരുടെ വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്നും വായിക്കുവാനും പഠിക്കുവാനും അവൻ സ്വയം ഉത്തരവാദിത്വമുള്ളവനായി മാറുകയാണ്. അതുകൂടാതെ ബാർ മിത്സ്വ ആയ പുരുഷൻ, 13 വയസ്സുള്ള പുരുഷൻ, അവന് ചില പദവികളൂടെ ലഭിക്കുന്നുണ്ട്. അവരുടെ മിന്യാമിൽ പങ്കെടുക്കുവാൻ ബാർ മിത്സ്വ ആയിരിക്കണം. അതിനുള്ള പ്രാഥമിക യോഗ്യതയാണ് ബാർ മിത്സ്വ. മിന്യാം എന്നുള്ള പദം എബ്രായ പദത്തിന്റെ നമ്പർ എന്നാണ് അർത്ഥം. നമ്പർ, സംഖ്യ. യഹൂദ മതത്തിൽ ആരാധന ആവശ്യങ്ങൾക്കായി ഒരു പ്രതിനിധി സംഘം, ഇസ്രായേൽ സമൂഹം രൂപീകരിക്കുവാൻ ആവശ്യമായ
പുരുഷന്മാരുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം, അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ കോറം എന്നൊക്കെ പറയല്ലോ, ജനറൽ ബോഡിയുടെ കോറം, കമ്മിറ്റിയുടെ കോറം എന്നൊക്കെ പറയുന്നത് പോലെ യഹൂദ മതത്തിൽ ആരാധനാ ആവശ്യങ്ങൾക്കായി ഒരു പ്രതിനിധി സംഘം ഉണ്ടാക്കുമ്പോൾ അതിനാവശ്യമായ കോറം 10 പേരാണ്. 10 പേർ. അതാണ് മിന്യാം. അങ്ങനെ മിന്യാമിൽ പങ്കെടുക്കാൻ ബാർമിത്സുവ ആയിരിക്കണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങള്, ബാർമിത്സുവ ആകുന്നത് വരെ അവനെ ന്യായപ്രമാണം പഠിപ്പിച്ച് ദൈവവഴിയിൽ നടത്തുവാൻ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കായിരുന്നു. എന്നാൽ ബാർമിത്സുവ ആയ ശേഷം ആ വ്യക്തി സ്വയം ഉത്തരവാദിത്തമുള്ളവനായി മാറുകയാണ്. അതുകൂടാതെ അവരുടെ മതാചാരങ്ങളിൽ പങ്കെടുക്കുവാൻ, അവരുടെ ആരാധന ആവശ്യങ്ങൾക്കുള്ള പ്രതിനിധി സംഘം അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹത്തിൽ അതിന്റെ പാർട്ടായി തീരുവാൻ ബാർമിത്സുവ ആകണം. മൂന്നാമത്, ബാർമിത്സുവയ്ക്ക് സ്വകാര്യ സ്വത്ത് കൈവശം വെക്കുവാൻ അവകാശമുണ്ട്. ഒരു ബാലന്റെ പേരിലൊന്നും എഴുതത്തില്ല. നമ്മുടെ നാട്ടിൽ പറയല്ലോ മൈനർ എന്നാണ് പറയുന്നത്, മൈനർ എന്നും മേജർ എന്നും ഒക്കെ പറയും. അതുപോലെ ബാർമിത്സുവ ആയിക്കഴിഞ്ഞാൽ അവന് സ്വന്തമായി സ്വകാര്യ സ്വത്ത് കൈവശം വെക്കാം. ബാർമിത്സുവയ്ക്ക് യഹൂദന്മാരുടെ നിയമപ്രകാരം വിവാഹം കഴിക്കാം. വിവാഹം കഴിക്കാൻ ബാർമിത്സുവ ആയിരിക്കണം. അത് മാത്രമല്ല, ബാർമിത്സുവയുടെ മറ്റൊരു ഉത്തരവാദിത്തം, ബാർമിത്സുവ തിരുവെഴുത്തുകളിൽ പറയുന്ന 613 നിയമങ്ങൾ, 613 മിസ്വോത്ത് എന്ന് പറയും, മിസ്വോട്ട്, 613 നിയമങ്ങൾ പാലിക്കുവാൻ അവൻ ബാധ്യസ്ഥനാണ്. ബാർമിത്സുവയ്ക്ക് റബ്ബിനിക്കൽ കോടതിയിൽ സാക്ഷിയായി സാക്ഷ്യപ്പെടുത്തുവാൻ യോഗ്യതയുണ്ട്. കൊച്ചുപിള്ളേരെ ആരും എങ്ങും സാക്ഷ്യം പറയുവാൻ കോടതിയിൽ എങ്ങും വിളിക്കത്തില്ല. എന്നാൽ ഒരുവൻ ബാർമിത്സുവ ആയെങ്കിൽ അവന് റബ്ബിനിക്കൽ കോടതിയിൽ സന്നദ്ധി സംഘത്തില് സാക്ഷിയാകുവാൻ, സാക്ഷ്യം പറയുവാൻ അവകാശമുണ്ട്, യോഗ്യതയുണ്ട്. ഇനി യേശുവിനെ ബാർമിത്സുവ ആചരിക്കുവാൻ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവം നമ്മൾ തിരുവനന്തപുരത്തിൽ കാണുന്നുണ്ട്. എവിടെയാണ്? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ സംഭവം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ലൂക്കോസ് 2:41 മുതലുള്ള ഭാഗങ്ങൾ, അവിടെ യേശുവിനെ ബാർമിത്സുവ ആക്കി തീർത്തത് കൊണ്ടാണ് ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുവാനും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുവാൻ സാധിച്ചത്. ഒരു ബാലനായിരുന്നെന്നുണ്ടെങ്കിൽ അന്ന് യഹൂദ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലായിരുന്നു, സ്ത്രീകൾക്ക് വലിയ സ്ഥാനമില്ലായിരുന്നു. എന്നാൽ ബാർമിത്സുവ ആയി തീർന്നിരുന്നത് കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, അവന്റെ മാതാപിതാക്കള് യെരൂശലേമിൽ വന്നിട്ട് മടങ്ങിപ്പോകുന്നു. അവരങ്ങ് മറന്നുപോയി. തിരികെ അവർ വന്ന് ദൈവാലയത്തിൽ വന്ന് കാണുന്നത് എന്താണ്? നിങ്ങൾ ലൂക്കോസ് 2:41 മുതലുള്ള ഭാഗം ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിക്കാം. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായി 12 വയസ്സായപ്പോൾ, 12 എന്ന് പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റഡ് ഏജ് 13 ആണ്. ഓക്കെ, അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇത് ഏത് പെരുന്നാളായിരിക്കാം? ഞാനിന്ന് ക്ലാസ് തുടങ്ങിയപ്പോ പറഞ്ഞത് ആരെങ്കിലും ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. സർ, പെസഹ പെരുന്നാൾ. ഓക്കെ, പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോയി. ഓക്കെ, അവിടെ അതിനോട് ചേർന്ന് പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. നമുക്കറിയാവുന്നതേ ഉള്ളൂ, പണ്ട് കാലമാണ്. അവർ കൂട്ടമായിട്ട് നടന്ന് യാത്ര ചെയ്യുന്നതാണ്. കുട്ടികൾ ഒരു കൂട്ടമായിട്ട് നടക്കുന്നു, മാതാപിതാക്കൾ നടക്കുന്നു. 13 വയസ്സുള്ളൊരു കുഞ്ഞാണ്. അപ്പൊ അവൻ കൂടെ കാണുമെന്നുള്ള ചിന്തയിൽ അവരങ്ങ് മുന്നോട്ട് പോയി. ഓക്കെ, വായിച്ചോളാം. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസം വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ തിരിഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. വായിക്കാം, 46 മുതൽ വായിച്ചാട്ട്. 3 നാൾ കഴിഞ്ഞ ശേഷം
വായിച്ചു. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേശത്തെ നടത്തിയിരിക്കുന്നതും എല്ലാരും കൂടെ കൺഫ്യൂഷൻ ആയി. അപ്പൊ ഞാൻ വായിക്കാം. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവന്റെ വിവേകത്തിലും അവരുടെ ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. നോക്കുക, ഞാൻ മുമ്പ് പറഞ്ഞില്ല, ബാർ മിത്സ്വായ്ക്ക് അവരുടെ ഉപദേഷ്ടാക്കന്മാരോട് കൂടെ ഇരുന്ന് ഉപദേശം കേൾക്കാനും അവരോട് ചോദിക്കുവാനും പഠിക്കുവാനും എല്ലാം അവകാശമുണ്ട്. ബാർ മിത്സ്വ ആകുന്നതിന് മുമ്പ് ഇവനെ തിരുവെഴുത്ത് പഠിപ്പിക്കേണ്ട അവന്റെ ഭവനത്തിൽ മാതാപിതാക്കളാണ്. ബാർ മിത്സ്വ ആയ പുരുഷന് മാത്രമേ ഇങ്ങനെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് സംസാരിക്കുവാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ അവിടെ യേശു സംസാരിക്കുന്നത് കേട്ട് ദൈവാലയത്തിൽ കൂടിയിരുന്ന എല്ലാവർക്കും വലിയ വിസ്മയം തോന്നി എന്നാ പറയുന്നത്. ഉപദേഷ്ടാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ജ്ഞാനവും വിവേകവും യേശുവിനുണ്ടായിരുന്നു. നമുക്കത് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് നമുക്കതിൽ വലിയ അതിശയമൊന്നുമില്ല. പക്ഷേ അന്നത്തെ യഹൂദ മതസമൂഹം കാണുന്നത് യേശുവിനെ ഗലീലക്കാരനായ ഒരു തച്ചന്റെ മകനായിട്ടാണ്. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഇവന്റെ അമ്മ മറിയല്ലേ, ഇവന്റെ സഹോദരന്മാരെ യാക്കോബ്, യോസഫ്, യൂദ തുടങ്ങിയവരും അവന്റെ സഹോദരന്മാരെ എല്ലാം നമുക്കറിയാവുന്നതല്ലേ ഇവര് എന്നാണ് അവർ പറയുന്നത്. ഇവൻ ഇവിടുന്ന് ഈ ജ്ഞാനം എന്നുള്ള രീതിയിൽ ഇവിടെ ഇതാ വെറും 13 വയസ്സുള്ള ഒരു ബാലൻ ന്യായപ്രമാണത്തിൽ അതീവ താല്പര്യവും ആഴമായ അറിവും ഉള്ളവനായി അവരുടെ മധ്യേ ഇരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബാർ മിത്സ്വ ആചരിക്കുവാനായിട്ട് കടന്നുപോയ ആ സംഭവമാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ കാണുന്നത്. 2-ാം അധ്യായം 51, 52 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മാതാപിതാക്കളോട് കൂടെ യേശു പിന്നെ മടങ്ങിപ്പോവുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം 2-51, 52. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാര്യം മറിയക്കറിയാൻ കാര്യങ്ങളൊക്കെ. അവളോട് ദൈവത്തിന്റെ ദൂതൻ സംസാരിച്ചതും അവൾ എങ്ങനെ ഗർഭം ധരിച്ചു എന്നുള്ളതും എല്ലാം മറിയയ്ക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് മറിയ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുക മാത്രം ചെയ്യുകയാണ്. ലൂക്കോസ് 2:52 പറയുന്നു, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെ മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഒരു സാധാരണ മനുഷ്യ കുഞ്ഞ് വളരുന്നത് പോലെ, എന്നാൽ അസാധാരണമായ നിലയിൽ യേശു വളർന്നു വന്നു. അവിടെ പ്രത്യേകം പറയുന്നത് യേശു തന്റെ മാതാപിതാക്കളെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങി ജീവിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. നസ്രയത്തിൽ വന്നവർക്ക് കീഴടങ്ങി ജീവിച്ചിരുന്നു. കൂടാതെ താൻ ദൈവം ആയിരുന്നുവെങ്കിലും തന്നെത്താൻ താഴ്ത്തി ജഡമെടുത്തവനായിരുന്നത് കൊണ്ട് സാധാരണ മനുഷ്യരെ പോലെ പടിപടിയായി ജ്ഞാനത്തിലും ശാരീരിക വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും മുതിർന്നു വന്നു. യേശു ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു എന്ന് വായിക്കുന്നു. അവിടെ കൃപ എന്ന് പറയുന്നത് പ്രീതി എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. പ്രീതി, ദൈവത്തിനും മനുഷ്യർക്കും തന്നോട് പ്രീതി തോന്നുമാറ് യേശു ഒരു മാതൃകാബാലനായി യോഗ്യനായി വളർന്നു എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു എന്ന് പറയുമ്പോൾ അവിടെ കൃപയെന്ന് പറയുന്നത് പ്രീതി എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. ഒരാളോട് നമുക്ക് പ്രീതി തോന്നത്തക്ക വിധം ഒരു വ്യക്തി, ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞിനോട് പ്രീതി തോന്നുക. ഇവിടെ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതി തോന്നുമാറ് ഒരു മാതൃകാ ബാലനായി, ഒരു യോഗ്യനായി യേശു വളർന്നു വന്നു. യേശുവിന്റെ ബാല്യവും വളർച്ചയും സംബന്ധിച്ച് ഈ പറഞ്ഞിരിക്കുന്നതിൽ അധികമായി ഒന്നും വിവരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം അത് നമ്മോട് അറിയിക്കാൻ ദൈവം താല്പര്യപ്പെട്ടിട്ടില്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിച്ചിരുന്നെങ്കിൽ സുവിശേഷങ്ങളിൽ അത് കാണുമായിരുന്നു.
അതുകൊണ്ട് യേശുവിന്റെ ബാല്യവും വളർച്ചയും സംബന്ധിച്ച് ബാല്യം മുതൽ യൗവനം വരെയുള്ള ആ കാലഘട്ടത്തെ പറ്റി നാം അറിയേണ്ടതായ കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ, അത് സുവിശേഷത്തിലൂടെ നൽകി തന്നിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 29:28 ഇങ്ങനെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 29:28, ഡ്യൂട്രോണമി 29:28, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിനും എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. അപ്പൊ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അധികം ഇനി ബോധന ചെയ്യേണ്ട. പലരും ഇങ്ങനെ യേശുവിന്റെ 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള 13 to 30 ആ കാലഘട്ടത്തെ പറ്റിയൊക്കെ കെട്ടുകഥകളൊക്കെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും കേൾക്കുവാൻ പോലും ചെവി കൊടുക്കേണ്ടതില്ല. കാരണം നാം അത് അറിയേണ്ടതായിരുന്നുവെങ്കിൽ ദൈവം അത് നമുക്ക് വചനത്തിലൂടെ വെളിപ്പെടുത്തുമായിരുന്നു. നമുക്കറിയേണ്ടതെല്ലാം ഉണ്ട്. മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ, അതായത് ഇതിൽ നൽകപ്പെട്ടിരിക്കുന്നത്, വെളിപ്പെട്ടിരിക്കുന്നവയോ ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. അതുകൊണ്ട് ദൈവം വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ സാത്താനോട് ചോദിച്ചു പഠിക്കാതിരിക്കുന്നത് ഉത്തമം. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ സാത്താനോട് ചോദിച്ച് പഠിക്കാതിരിക്കുക, കെട്ടുകഥകൾ കേൾക്കുവാൻ പോകാതിരിക്കുക. പല കെട്ടുകഥകൾ ഉണ്ട്. അത് എന്തെങ്കിലും നിങ്ങളോട് സൂചിപ്പിക്കുവാൻ പോലും ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ദൈവവചനത്തിലുള്ളത് പഠിക്കുവാൻ മതി നമ്മൾ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യോർദാനിലേക്ക് വരുന്നത് മുതലാണ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതായി നാം കാണുന്നത്. യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യോർദാനിലേക്ക് വരുന്നത് മുതലാണ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നതിന് ആമുഖമായി യോഹന്നാനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടത് അനിവാര്യമാണ്. യേശുവിനെ സ്നാനം കഴിപ്പിക്കുവാൻ ദൈവം യോഹന്നാനെ അയച്ചു. സ്നാപകനായ യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റൈസർ. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ജോൺ ദ ബാപ്റ്റൈസർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സ്നാപകനായ യോഹന്നാൻ. യോഹന്നാൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് സംബന്ധിച്ച് ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 3-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ തിബെരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇത്തുരിയ ത്രക്കോനിത്തി ദേശങ്ങളിലും ലുസിയാനസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സഖര്യാവിന്റെ മകനായ യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മതി മതി. നമുക്ക് ഈ കാലഘട്ടങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ചരിത്രവുമായി ബന്ധിപ്പിച്ച് എവിടെയെങ്കിലും പറയുമ്പോഴാണ്. കാരണം രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തെ പറ്റി കൃത്യമായ രേഖകൾ, നമുക്ക് ചരിത്രരേഖകളുണ്ട്. ഇവിടെ പറയുന്ന തിബെരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ. തിബെരിയോസ് കൈസർ എന്ന് പറയുന്നത് AD 14 മുതൽ 37 വരെ, യേശുക്രിസ്തുവിന്റെ ജനനം കഴിഞ്ഞ് AD 14 മുതൽ 37 വരെയുള്ള കാലഘട്ടത്തിലാണ് തിബെരിയോസ് കൈസറിന്റെ ഭരണകാലഘട്ടം. അപ്പോൾ തിബെരിയോസ് കൈസറിന്റെ വാഴ്ചയുടെ 15-ാം ആണ്ടിലാണ് യോഹന്നാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത് എന്ന് പറയുമ്പോൾ അത് ഏത് വർഷമായിരിക്കും? തിബെരിയോസ് കൈസറിന്റെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ
എന്ന് പറയുമ്പോൾ അത് ഏത് വർഷമായിരിക്കും? AD 29. 29-ാം ആണ്ട്. AD 14 + 15 AD 29. അപ്പൊ നല്ല കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. AD 14 മുതൽ 37 വരെയുള്ള കാലഘട്ടത്തിലാണ് തിബരിയോസ് കൈസർ റോമാ സാമ്രാജ്യത്തിന് അധിപനായി വാഴുന്നത്. അതുകൊണ്ട് സ്നാപകനായ യോഹന്നാൻ പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു തുടങ്ങിയത് തിബരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ, അതായത് AD 29 മുതലാണെന്ന് വ്യക്തം. ഇനി യോഹന്നാന്റെ അമ്മ എലീശബത്ത് അവനെ ഗർഭം ധരിച്ച സംബന്ധിച്ച് ഗബ്രിയേൽ ദൂതൻ യേശുവിന്റെ അമ്മ മറിയയോട് പറയുന്ന ഒരു കാര്യം ലൂക്കോസ് 1:36 പറയുന്നുണ്ട്. ഗബ്രിയേല് മറിയയോട് സംസാരിക്കുമ്പോൾ ലൂക്കോസ് 1:36, നിന്റെ ചാർച്ചക്കാരത്തെ എലീശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. നിങ്ങൾക്ക് എന്താ മറ്റെന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ കിട്ടിയോ? കണക്കറിയാവുന്നവർക്ക്. മറിയ ഗർഭം ധരിക്കാൻ പോകുന്നു. മറിയോട് പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരത്തി ഗർഭം ധരിച്ചിരിക്കുന്നു, അവർക്ക് ഇത് 6-ാം മാസം. അപ്പം യേശു ക്രിസ്തുവിനേക്കാൾ മുൻപ് ജനിച്ച 6 മാസം യേശുവിനേക്കാൾ 6 മാസം മൂത്ത ഒരു വ്യക്തിയായിരുന്നു. ഭൂമിയിൽ 6 മാസം മുതിർന്നവനായിരുന്നു യോഹന്നാൻ. ഓക്കെ, വെരി ഗുഡ്. ആരാ പറഞ്ഞേ? ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നസ്രയത്തിൽ വളർന്ന യേശുവിന്റെയും യഹൂദിയയിൽ ഉണ്ടായിരുന്ന മറിയയുടെ ചാർച്ചക്കാരിയായിരുന്ന എലിസബത്തിന്റെ മകൻ, അതായത് യേശുവിന്റെ ചാർച്ചക്കാരനായിരുന്നു യോഹന്നാൻ. യേശുവിന്റെ ഒരു കസിനായിട്ട് വരുന്ന യോഹന്നാൻ. നിങ്ങൾ ചിന്തിക്കും, മറിയ യഹൂദ ഗോത്രത്തിൽപ്പെട്ടതാന്ന് പറയുന്നു, ഇവള് ലേവി ഗോത്രത്തിൽപ്പെട്ടവളാണ്. തീർച്ചയായിട്ടും സംഭവിക്കാം. ലേവി ഗോത്രത്തിൽ അപ്പനെന്നേ ഉള്ളൂ. അമ്മ അതുപോലെ തന്നെ മറിയയുടെ മാതാവ്, അവർ രണ്ടും ഒരു ഗോത്രക്കാരായിരിക്കാം. അപ്പം അമ്മ വഴി ബന്ധമായിരിക്കാം. അപ്പം എലിസബത്തിന്റെ ചാർച്ചക്കാരിയായ മറിയ, അതായത് യേശുവിന്റെ ചാർച്ചക്കാരനായിരുന്ന യോഹന്നാൻ. യോഹന്നാനെ സംബന്ധിച്ച് അവന്റെ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ ദൈവം അവനെ ഒരു അത്ഭുതദാനമായി നൽകിയ ഒരു മകനായിരുന്നു യോഹന്നാൻ. നിങ്ങൾ താഴെ കാണുന്ന വാക്യങ്ങൾ, റെഫറൻസ് വാക്യങ്ങൾ നോക്കിക്കൊള്ളുക. ലൂക്കോസ് 1:5 മുതൽ 25 വരെ, 39 മുതൽ 45 വരെ, 57 മുതൽ 66 വരെയുള്ള വചനഭാഗങ്ങൾ വായിക്കുക. നിങ്ങൾ ആ വാക്യങ്ങൾ റെഫറൻസ് അങ്ങ് എഴുതി വെക്കുക, പിന്നീട് വായിച്ചാൽ മതി. ദൈവം ഒരു അത്ഭുതദാനമായി നൽകിയ ഒരു മകനായിരുന്നു. മച്ചി എന്ന് പറഞ്ഞിരുന്ന എലിസബത്ത് ഗർഭം ധരിച്ച്, സഖറിയ പുരോഹിതന്റെ ഭാര്യയായിരുന്ന എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യോഹന്നാന്റെ ജനനം, അവൻ എന്ത് പേരിടണം, അവന്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം, അവന്റെ ശുശ്രൂഷ എന്തായിരിക്കും, ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ദൂതൻ അവന്റെ പിതാവായ സഖറിയ പുരോഹിതനോട് പറയുന്നത്, മറിയ തന്റെ ചാർച്ചക്കാരി യോഹന്നാനെ ഗർഭം ധരിച്ചിരുന്നവളുമായ എലിസബത്തിനെ സന്ദർശിക്കുന്നത്, യോഹന്നാൻ ജനിച്ചപ്പോൾ അവന് പേരിടുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന വചനഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ഈ പറയുന്ന വചനഭാഗങ്ങളിൽ, ഇവിടെ കാണുന്ന ഈ വചനഭാഗങ്ങളിൽ കാണുന്നു. എന്ത് പേരിടണം, അവന്റെ ശുശ്രൂഷ എന്തായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം സഖറിയാവിനോട് ദൈവം മുൻപ് കൂട്ടി അറിയിച്ചിരുന്നു. ആ കാര്യവും മറിയ എലിസബത്തിനെ സന്ദർശിക്കുന്നതും പിള്ള ഉള്ളത്തിൽ തുള്ളിയ കാര്യവും, ഇതെല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തിൽ കാണുന്നുണ്ട്. ഒരു കാര്യം ഓർക്കണം, മലാക്കി പ്രവാചകനായിരുന്നു. പഴയ നിയമത്തിൽ നാം കാണുന്ന അവസാന പുസ്തകം മലാക്കിയുടെ പുസ്തകമാണ്. നെഹമ്യാവിന്റെ സമകാലികനായിരുന്നു മലാക്കി. അതായത് 430-കളിലൊക്കെ ആയിരുന്നു, അതായത് BC 4-ാം നൂറ്റാണ്ടിലായിരുന്നു മലാക്കി പ്രവചനം നടത്തിയിട്ടുള്ളത്, മലാക്കി പ്രവചിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു 4 നൂറ്റാണ്ടുകൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പ്രവാചകന്മാരിലൂടെ സംസാരിക്കാത്ത ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു, ഡാർക്ക് ഏജ് ആയിരുന്നു. തുടർന്ന് പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായിട്ട് ദൈവം യോഹന്നാനെ നൽകുകയാണ്.
ഇസ്രായേലിന് നൽകിയ 400 വർഷത്തിലധികം കഴിഞ്ഞ് ദൈവം ഇസ്രായേലിന് നൽകിയ ഒരു പ്രവാചകനായിരുന്നു യോഹന്നാൻ. മത്തായി 3:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, സുവിശേഷം 3:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. നോക്കൂ, 8 നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതായത് BC 750കളുടെ സമീപം സംസാരിച്ചിട്ടുള്ള യെശയ്യാവിന്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട്, ഉസിയ, യോദ, ആഹാസ്, ഹിസ്കിയ തുടങ്ങിയ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് യെശയ്യാവ് പ്രവചിച്ചിട്ടുള്ളത്. അതായത് BC 8-ാം നൂറ്റാണ്ടിലാണ് യെശയ്യാവ് പ്രവചിച്ചിട്ടുള്ളത്. യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, യെശയ്യാവിലൂടെ വിളിച്ചു പറഞ്ഞ യെശയ്യാ 40:3 കാണുന്നുണ്ട്, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവീൻ. എനിക്ക് വേറെ വണ്ടിക്ക് പോയിക്കോളാൻ പറ്റില്ല. ഞാൻ ചെന്നിട്ട് എല്ലാം ചെയ്യാൻ ഒരാളും വീട്ടിലില്ല. എനിക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് മുറ്റത്ത് കൊച്ചിന് ജോലിക്ക് പോയി 3 മണിയാകും. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്ന, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് പെരുവഴി നിരപ്പാക്കുവീൻ എന്ന് യെശയ്യാ പ്രവാചകൻ യോഹന്നാൻ ജനിച്ചതിന് 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനമാണിത്. കർത്താവിന് വഴിയൊരുക്കുന്നവന്റെ ശബ്ദമായിരുന്നു യോഹന്നാൻ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം, അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യങ്ങൾ, അതിന്റെ 19 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവിടെ വന്ന് യോഹന്നാന്റെ അടുക്ക വന്ന് ചിലർ ചോദിക്കുക, നീയാണോ മശിഹ? അവർ ചോദിച്ചതിന്റെ സാരം അതാണ്, നീയാണോ മശിഹ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അല്ലവേ അല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ 1:22-23. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെ കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. നോക്കുക, യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞില്ലേ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, കർത്താവിന്റെ വഴി നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. യോഹന്നാന്റെ ആ വാക്കുകൾ, ആ തിരഞ്ഞെടുപ്പ് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നത്, ഐ എം ജസ്റ്റ് എ വോയിസ്. നീയാണോ മശിഹ? നീയാണോ ആ പ്രവാചകൻ എന്നാ ചോദിക്കുന്നത്? നീ ക്രിസ്തുവാണോ എന്നാ ചോദിക്കുന്നത്? അവര് മശിഹയ്ക്കായിട്ട് കാത്തിരിക്കുന്നവരാ. ഞാനൊരു ശബ്ദം മാത്രമാണ്. അതുകൊണ്ട് അവിടേക്ക് പോകണോ? പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പറഞ്ഞു പോയി. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ യോഹന്നാന്റെ അടുക്കൽ വന്നിട്ട് ചിലർ പറയുന്നുണ്ട്, നീ സ്നാനം കഴിപ്പിച്ച, അതായത് നിന്നേക്കാൾ ഒട്ടും വലിയതല്ല, നീ സ്നാനം കഴിപ്പിച്ചോ, എന്താണ്ട് അവന്റെ പുറകെ ഇപ്പൊ നിന്നേക്കാൾ കൂടുതൽ ആളുകൾ കൂടുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാന് അങ്ങ് വളരെ സന്തോഷിക്കുക. സാധാരണഗതി നമ്മൾ ആയിരുന്നെങ്കിൽ എങ്ങനെ ആകുന്നത്, ഞാൻ പഠിപ്പിച്ചവൻ ഇപ്പൊ എന്നേക്കാൾ വലിയ പേരും പ്രശസ്തിയും ഒക്കെ ആയി, അല്ല ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവനാ, ഇപ്പൊ അവന്റെ പുറകിന് ആളുകൾ മുഴുവൻ ഇച്ചിരി കുശുമ്പൊക്കെ വരും അല്ലേ. യോഹന്നാന്റെ അടുക്ക് വന്ന് പറയുന്നുണ്ട്, യോഹന്നാൻ എന്താ പറയുന്നത്? മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പൂർത്തിയായി, അവൻ വളരേണം, ഞാനോ കുറയണം എന്ന് പറഞ്ഞു. അവൻ വളരേണം, ഞാനോ കുറയണം. ഇതായിരുന്നു യോഹന്നാന്റെ കാഴ്ചപ്പാട്. പേര് കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നവരും ശുശ്രൂഷയിൽ കാൽച്ചുവടുകൾ വെക്കുവാൻ ഉത്സാഹിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരോടും കൂടെ പറയുവാനുള്ളത്, നമ്മുടെ കാഴ്ചപ്പാട് യോഹന്നാന്റെ കാഴ്ചപ്പാടായിരിക്കണം. നമ്മുടെ ശുശ്രൂഷയിലൂടെ നമ്മൾ വളരുകയല്ല, നമ്മുടെ ശുശ്രൂഷയിലൂടെ കർത്താവ് വളരുവാൻ, കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ ഇടയാകണം. യോഹന്നാന്റെ അടുക്ക വന്ന് ചോദിക്കുക, നീയാണോ അവൻ? നീയാണോ മശിഹ? നീയാണോ ക്രിസ്തു? നീയാണോ ആ പ്രവാചകൻ എന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, അല്ലവേ അല്ല.
യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന് വഴി നേരെയാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു. ഞാൻ മുമ്പ് പറഞ്ഞാണ് യോഹന്നാനെ പറ്റി കരുതപ്പെടുന്നത് അന്നുണ്ടായിരുന്ന സർവസംഘ പരിത്യാഗികളായി മരുവാസികളായിരുന്ന എസേന്യ സമൂഹത്തിലായിരുന്നു യോഹന്നാൻ ഉൾപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതെന്നാണ് കരുതുന്നത്. യോഹന്നാന്റെ പിതാവ് ആരായിരുന്നു? സഖറിയ പുരോഹിതൻ. സഖറിയ പുരോഹിതൻ. ആ നിലയിൽ പൗരോഹിത്യം അവന് അവകാശമാക്കാമായിരുന്നു. പുരോഹിത വംശത്തിൽ ജനിച്ചിട്ടും ആ നിലയിൽ തനിക്ക് പ്രാപ്യമായിരുന്ന പദവികളോ സുഖലോലുപതയോ തിരഞ്ഞെടുക്കാതെ, പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വളരെ മാനിക്കപ്പെടുന്ന വ്യക്തികളാണ്. യഹൂദ സമൂഹത്തിൽ വളരെ മാന്യതയുണ്ടവർക്ക്. മതപരമായൊരു ഏറ്റവും ഉന്നതമായ പദവിയാണ്. സക്കറിയ പുരോഹിതന്റെ മകൻ എന്നുള്ള നിലയിൽ, യേശു ജനിച്ചത് ഒരു തച്ചന്റെ മകൻ എന്നുള്ള അഡ്രസ്സിലെ ലേബലിലും ആ കാണുന്നത്. എന്നാൽ യോഹന്നാൻ ജനിച്ചത് ഉന്നത കുലജാതനായിട്ട് പുരോഹിത വംശത്തിൽ ജനിച്ചു. നല്ല മാർദ്ദവമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ദേവാലയത്തിൽ അർപ്പിക്കുന്നവയുടെ ഓഹരിയെല്ലാം ഭക്ഷിച്ചുകൊണ്ട് സുഖലോലുപതയിൽ ജീവിക്കാമായിരുന്ന യോഹന്നാൻ സർവസംഘ പരിത്യാഗിയായ ഒരു യോഗി എന്ന പോലെ ജീവിക്കുവാനായിരുന്നു യോഹന്നാൻ തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ യോഹന്നാന്റെ നിയോഗവും അത് തന്നെയായിരുന്നു. അവന്റെ സ്വന്തം തിരഞ്ഞെടുപ്പും അത് തന്നെയായിരുന്നു. യോഹന്നാനെ പറ്റി മത്തായി 3:4 പറയുന്നത്, മാത്യു 3:4, യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. പുരോഹിതന്മാർ ധരിക്കുന്ന പർപ്പിൾ റോബൊന്നുമല്ല, അല്ലെങ്കിൽ വില കൂടിയ വസ്ത്രങ്ങളൊന്നുമല്ല. ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും, ഏതാണ്ട് ഏലിയാവിന്റെ വസ്ത്രം. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. യോഹന്നാൻ പൗരോഹിത്യ പദവികളിൽ സുഖലോലുപതയിൽ ജീവിക്കുകയല്ല, തന്റെ നിയോഗപ്രകാരം തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു പ്രത്യേക പാന്താവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ചെയ്തത്. യോഹന്നാന്റെ സന്ദേശം എന്തായിരുന്നു? യോഹന്നാന്റെ സന്ദേശം മാനസാന്തരം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെടുവീൻ, വരുവാനുള്ള ന്യായവിധി വിട്ടൊഴിയുവാൻ മാനസാന്തരപ്പെടുവീൻ. മത്തായി 3:7 പറയുന്നു. മത്തായി 3:7 വരുവാനുള്ള ന്യായവിധി വിട്ടൊഴിയുക. 3:11 പറയുന്നു മാനസാന്തരപ്പെടുവീൻ. വാക്കുകൾ ചേർത്ത് പറയുകയാണ്. യോഹന്നാന്റെ ശുശ്രൂഷയിൽ മാനസാന്തരപ്പെട്ടവർ വെള്ളത്തിൽ സ്നാനമേറ്റു. 3:11 പറയുന്നുണ്ട്. യഹൂദ സമൂഹത്തിലെ മതമേധാവികൾ വെറുക്കുകയും പാപികൾ എന്ന മുദ്ര കുത്തുകയും ചെയ്തിരുന്ന ചുങ്കക്കാരും വേശ്യമാരും ഉൾപ്പെടെയുള്ള ജനത്തെ യോഹന്നാൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ചു. യോഹന്നാൻ മത്തായി 21:32 പറയുന്നുണ്ട്, ചുങ്കക്കാരും വേശ്യമാരും യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. നമുക്ക് ചുങ്കക്കാരും വേശ്യമാരും ഉൾപ്പെടെയുള്ള, ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ അന്ന് കൈസർക്ക് കരം പിരിക്കുന്നവരാണ്. അവരെ യഹൂദ സമൂഹം ഏറ്റവും അധികം വെറുത്തിരുന്നു. തങ്ങളെ അടക്കി വാഴുന്ന വൈദേശിക ഭരണത്തെ അവർക്ക് വേണ്ടി കരം പിരിക്കുന്ന
ചുങ്കക്കാരെ യഹൂദ സമൂഹം വെറുത്തിരുന്നു. അതുപോലെ മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്തിരുന്ന സ്ത്രീകളെ, അങ്ങനെ സമൂഹത്തിൽ നിന്ദ്യരായി എണ്ണിയിരുന്ന ഒരു സമൂഹം ഇതാ യോഹന്നാന്റെ അടുക്കൽ വന്ന് സ്നാനമേൽക്കുന്നു. മാനസാന്തര സ്നാനം നമ്മോട് വായിക്കുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചു എന്ന് നമ്മുടെ കർത്താവ് അവനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. 32-ാം ഭാഗത്തിൽ യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചു. യോഹന്നാൻ ഒരു വലിയ കൂട്ടം ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് യഹൂദ ചരിത്രകാരനായ യോസീഫസ് എഴുതിയിട്ടുണ്ട്. യഹൂദ ചരിത്രകാരനായ യോസീഫസ് പറയുന്നത് യോഹന്നാൻ ഒരു വലിയ കൂട്ടം ശിഷ്യന്മാരുണ്ടായിരുന്നു. കൂടാതെ അന്നത്തെ സമൂഹം, യഹൂദ സമൂഹം എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്ന് എണ്ണിയിരുന്നതായിട്ട് മത്തായി 21:26 നാം കാണുന്നുണ്ട്. 21:26 മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത്. അപ്പം യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. കർത്താവ് ചോദിക്കുന്നത് യോഹന്നാന്റെ സ്ഥാനം എവിടെ നിന്ന്, സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നതാണ് അവരാകെ കൺഫ്യൂസ്ഡായി. മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എന്തധികാരത്തോടു കൂടി നീ ഇത് ചെയ്യുന്നു എന്ന് യേശുവിനോട് ചോദിക്കുമ്പോഴാണ് യേശു തിരിച്ചു ചോദിക്കുകയാണ് യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്, സ്വർഗത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നോ. അപ്പം അവിടെ താഴ്ത്തു വരുമ്പോഴാണ് നമ്മൾ 26-ാം വാക്യത്തിൽ കാണുന്നു എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത്. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും വരെ പറയുകയാണത്. എന്നാൽ നോക്കുക, യോഹന്നാന്റെ സ്നാനത്തിനായിട്ട് പലരും അടുത്തു വരുമ്പോൾ അവരിൽ പ്രമാണിമാരായ ചിലർ, അതായത് പരീശന്മാരും സദൂക്യരിലും പെട്ട ചിലർ തന്റെ അടുക്കൽ വരുമ്പോൾ അവരെ സ്നാനപ്പെടുത്തുവാൻ യോഹന്നാൻ താല്പര്യം കാട്ടിയിരുന്നില്ല. ചുങ്കക്കാരും വേശ്യമാരും വരെ അനുദപിച്ചുകൊണ്ട് മാനസാന്തര സ്നാനം ഏൽക്കുവാൻ യോഹന്നാന്റെ അടുക്കൽ വന്നപ്പോൾ അന്നത്തെ നീതിമാന്മാരെന്ന് കരുതുന്ന അല്ലെങ്കിൽ എണ്ണപ്പെടുന്ന മത ഭക്തിമാർഗക്കാർ, റിലീജിയസ് എലൈറ്റ്, മത മേധാവികൾ യേശുവിന്റെ അടുക്കൽ യോഹന്നാന്റെ അടുക്കൽ സ്നാനമേൽക്കുവാൻ വരുമ്പോൾ അവരെ സ്നാനപ്പെടുത്തുവാൻ യോഹന്നാൻ താല്പര്യം കാണിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. മത്തായി 3:7-8 തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. പരീശന്മാരും സദൂക്യരും ഒക്കെ വരുന്നത് അവർ വലിയ നീതിമാന്മാരെന്ന ഭാവത്തിലാണ് വരുന്നത്. അപ്പൊ അവരെ എന്താണ് വിളിച്ചിരിക്കുന്നത്? സർപ്പസന്തതികളെ. യോഹന്നാന്റെ വാക്കുകൾ അത്ര ഷാർപ്പായിരുന്നു. അവരെ വിളിക്കുക സർപ്പസന്തതികളെ എന്ന് പറയാൻ പിശാചിന്റെ സന്തതികളെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ചെകുത്താന്റെ സന്തതികളെ എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറയുകയാണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. നിങ്ങളീ വന്നിരിക്കുന്നത് മാനസാന്തരപ്പെട്ടത് കൊണ്ട് സ്നാനമേൽക്കാൻ വന്നതല്ല. പിന്നെ എന്താണ്? യോഹന്നാൻ ദൈവമയച്ച പ്രവാചകനെന്ന് ജനം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ജനമിങ്ങനെ എരച്ചു വന്ന് അവന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുമ്പോൾ അവനാൽ സ്നാനമേൽക്കുക വഴി തങ്ങളും നീതിമാന്മാരാകുന്നുവെന്ന് ജനസമ്മതി ലഭിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ജനസമ്മതി ലഭിക്കുക എന്ന ലക്ഷ്യത്തില് അവർ വന്നത്. അതുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപം വിട്ട് ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? ഇന്നും ഗുണപ്പെട്ടിട്ടില്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്ക്. ആദ്യം പോയി മാനസാന്തരപ്പെടാൻ പറയുക. പരീശന്മാരെ സദൂക്യരെ വിളിച്ചിട്ട് സർപ്പസന്തതികൾ എന്നാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. സർപ്പസന്തതികൾ എന്നാണ്.
അവർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നില്ല എന്ന് അവരുടെ ഉള്ളിലിരിപ്പ് യോഹന്നാൻ തുറന്നു കാട്ടുകയാണ്. എന്നാൽ ഇതാ യേശു യോഹന്നാനാൽ സ്നാനമേൽക്കാൻ വരുന്ന അവിടേക്ക് നമുക്ക് വരണമല്ലോ. യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ യേശു വരികയാണ്. യേശുവിനെ യോഹന്നാൻ വിലക്കുന്നു, ഇല്ലേ? വിലക്കിയില്ലേ? വിലക്കി. പരീശന്മാരും സദൂക്യരും സ്നാനമേൽക്കുവാൻ തന്റെ അടുക്കൽ വന്നപ്പോൾ അവരെ വിലക്കിയതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാരണത്താലാണ് യേശുവിനെ യോഹന്നാൻ വിലക്കിയത്. എന്താണ്? മത്തായി 3:13-14. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി. എന്നിട്ട് യോഹന്നാൻ പറയുന്നുണ്ട്, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്കാവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. പ്രവാചകനായ സ്നാപകനായ യോഹന്നാൻ അറിയാം യേശു നീതിമാനാണ്, യേശുവിന് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ല. ഈ സ്നാനം ചുങ്കക്കാരും പാപികളും വേശ്യകളുമായിട്ടുള്ളവർക്ക് മാനസാന്തരപ്പെടുവാനുള്ള സ്നാനമാണ്. ഇതാ നീതിമാനായ നിനക്കെന്തിനാണ് ഈ സ്നാനം? നിനക്ക് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ല. അതുകൊണ്ട് തന്റെ അടുക്കൽ വരുന്നതിൽ നിന്നും സ്നാനമേൽക്കുന്നതിൽ നിന്ന് യോഹന്നാനെ യേശു വിലക്കി. യോഹന്നാൻ യേശുവിനെ വിലക്കി. മാനസാന്തരം എന്നാൽ എന്താ? മാനസാന്തരം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക എന്ന്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. യേശുവിന് മാനസാന്തരം കൊണ്ട് ആവശ്യമുണ്ടോ? യേശു ദൈവമാകൊണ്ട് യേശുവിന് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ല. മാനസാന്തരം എന്ന് പറയുവാൻ ഉപയോഗിക്കുന്ന പദം പൊതുവിൽ കാണുന്നത് മെറ്റനോയിയ എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ്. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. മെറ്റനോയിയ എന്നാണ് മാനസാന്തരത്തിന് സാധാരണ ഉപയോഗിച്ച് കാണുന്ന പദം. ചേഞ്ചിങ് വൺസ് മൈൻഡ്, ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റുന്നു എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ മറൈൻ വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ അത് അടിച്ചു നോക്കിയപ്പോൾ കാണുന്നത് എങ്ങനെയാണ്? എ ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ച് ഓഫ് ഹാർട്ട്, എസ്പെഷ്യലി എ സ്പിരിച്വൽ കൺവേർഷൻ. മലയാളത്തിൽ ഹൃദയത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന മാറ്റം, പ്രത്യേകിച്ചൊരു ആത്മീയ പരിവർത്തനം. അതാണ് മെറ്റനോയിയ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസാന്തരം എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റനോയിയ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹൃദയത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന മാറ്റം. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നല്ലോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പുതിയ സൃഷ്ടിയായി മാറുന്ന ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. എസ്കൽ പ്രാനോസ് 36-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഹൃദയത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ പറ്റി. പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് തരുമെന്ന് പറയുന്നത്. അപ്പൊ മെറ്റനോയിയ എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിന് ഒരു ആത്മീയ പരിവർത്തനം ഉണ്ടാകുന്നത് സംബന്ധിച്ചാണ് പറയുന്നത്. മാനസാന്തരത്തിന് ചുരുക്കം ചില വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് അപ്പോസ്തലപ്രവൃത്തി 15:3 എപ്പിസ്ട്രോഫെ എന്നുള്ള ഒരു പദവും ഉപയോഗിച്ച് കാണുന്നുണ്ട്. എപ്പിസ്ട്രോഫെ സാറേ, എസ്കേൽ 36-26 പുതിയ ഹൃദയം തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ എസ്കേൽ 36. എസ്കേൽ 36-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കി എന്റെ വിശുദ്ധനാമത്തെ ഞാൻ വിശദീകരിക്കും എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങിയിട്ട് വരുമ്പോഴാണ് പറയുന്നത്. എനിവേ ദേവദാസൻ അത് ചൂണ്ടിക്കാണിച്ചത് ഒരു വട്ടം കൂടെ പറഞ്ഞത് പ്രയോജനം ചെയ്യും. കേൾക്കാത്തവർ, ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കാത്തവർ അത് കേട്ടല്ലോ, അനുഗ്രഹമാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മാനസാന്തരം എന്ന് പറയുവാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പദം എപ്പിസ്ട്രോഫെ എന്നുള്ള ഒരു പദമാണ്. എപ്പിസ്ട്രോഫെ എന്ന ഗ്രീക്ക് പദത്തിന് ടേണിംഗ് എബൌട്ട്, തിരിയുക, നേരെ തിരിയുക, അതായത് 180 ഡിഗ്രി തിരിയുക, അതായത് തെക്കോട്ട് പോകുന്ന ഒരാള് നേരെ വടക്കോട്ട് തിരിഞ്ഞു കഴിയുക, അതിനാണ് എപ്പിസ്ട്രോഫെ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകോന്മുഖമായി പോകുന്ന ഒരു വ്യക്തി ദൈവോന്മുഖമായി തിരിയുന്നതാണ് എപ്പിസ്ട്രോഫെ എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലോകോന്മുഖമായി പോകുന്ന വ്യക്തി ദൈവോന്മുഖമായി തിരിയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 15:3 എപ്പിസ്ട്രോഫെ എന്നുള്ള വാക്കാണ് മാനസാന്തരം എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 15:3 സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കയിലും ശമര്യയിലും കൂടെ കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു, സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി.
അവിടെ അപ്പോസ്തലപ്രവൃത്തി 15:3 മാനസാന്തരം എന്ന് പറയുവാൻ എപ്പിസ്ട്രോഫെ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേ പദം അപ്പോസ്തലപ്രവൃത്തി 26:18 കാണുന്നുണ്ട്. 26:18 പ്രവൃത്തികളുടെ പുസ്തകം 26:18 അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. പൗലോസിനുണ്ടായ അനുഭവമാണ്. ജാതികൾക്ക് പാപമോചനവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാൻ, അവിടെ തിരിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് എപ്പിസ്ട്രോഫെ എന്നുള്ള വാക്കാണ്. അപ്പൊ മാനസാന്തരം എന്ന് പറയുന്നത് ഏതാണ്ട് അത് തന്നെയാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ലോകോന്മുഖമായി പൊക്കൊണ്ടിരുന്ന വ്യക്തി ദൈവോന്മുഖമായി തിരിയുന്നത്. അതാണ് എപ്പിസ്ട്രോഫെ. സ്നാപകനായ യോഹന്നാൻ അന്നത്തെ യഹൂദ സമൂഹത്തെ യേശുവിങ്കിലേക്ക് തിരിക്കുവാൻ അയക്കപ്പെട്ട പ്രവാചകനായിരുന്നു. യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. മലയാളത്തിൽ ചുമക്കുന്നേ ഉള്ളൂ. Behold the Lamb of God who takes away the sin of the world. ലോകത്തിന്റെ പാപം ചുമന്ന് ഒഴിക്കുന്ന, അസസേൽ എന്ന പോലെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ യോഹന്നാന്റെ ശിഷ്യസമ്പത്തിൽ നിന്നും 2 പേർ അപ്പോഴേ സ്ഥലം വിട്ടു. അവർ യേശുവിന്റെ പുറകെ പോയി. യേശുവിന്റെ പിന്നാലെ പോയ ശിഷ്യന്മാരിൽ ഒരാൾ അന്ത്രയോസ എന്ന് പറയുന്നുണ്ട്, മറ്റേയാൾ യോഹന്നാനാണെന്ന്. അതായത് അപ്പോസ്തലനായ യോഹന്നാൻ ശിഷ്യനായ യോഹന്നാനായിരുന്നു എന്നും കരുതപ്പെടുന്നു. അവർ രണ്ടും ആദ്യം സ്നാപകനായ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. പിന്നീട് അവർ യേശുവിന്റെ ശിഷ്യന്മാരായി മാറി. യേശു ദൈവപുത്രനാണെന്ന് ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ദൈവം അവൻ അയച്ച ഒരു സാക്ഷിയായിരുന്നു സ്നാപകനായ യോഹന്നാൻ. യേശു ദൈവപുത്രനാണെന്ന് ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ദൈവം അയച്ച ഒരു സാക്ഷിയായിരുന്നു സ്നാപകനായ യോഹന്നാൻ. യോഹന്നാനെ കുറിച്ച് ഇത്രയും പറഞ്ഞു. നമ്മൾ യേശുവിന്റെ സ്നാനം, ദ ബാപ്റ്റിസം ഓഫ് ജീസസ്, അവിടേക്ക് പോവുകയാണ്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ വരുന്നത് മുതലാണ്. യേശു യഥാർത്ഥ മനുഷ്യനായിരുന്നു എങ്കിലും താൻ ദൈവപുത്രനാകുന്നത് കൊണ്ടും താൻ നീതിമാനാകുന്നത് കൊണ്ടും യേശുവിന് സ്നാനമേൽക്കുവാൻ ആവശ്യമില്ല എന്നതുകൊണ്ട് യേശു തന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നതിൽ നിന്നും സ്നാപകനായ യോഹന്നാൻ യേശുവിനെ വിലക്കി. ഇത് ഞാൻ പറഞ്ഞാണ്. മത്തായി 3:13-14 വാക്യങ്ങൾ മുമ്പേ പറഞ്ഞതാണത്. യേശു പാപമില്ലാത്തവനായിരുന്നു. യോഹന്നാൻ 8:46 പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. യേശു പാപമില്ലാത്തവനായിരുന്നത് കൊണ്ട് പരീക്ഷന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? ഒന്നുമില്ല. അപ്പോസ്തലനായ പൗലോസ് അവനെ പറ്റി പറയുന്നു, അവൻ പാപം അറിയാത്തവനായിരുന്നു. 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവനെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പം അവൻ പാപം അറിയാത്തവനായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു, പാപം അറിയാത്തവനായിരുന്നു. എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്, യേശു പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു. 4:15 പാപം ഒഴികെ, അവനിൽ പാപം ലവലേശമില്ലായിരുന്നു. പാപം ഒഴികെ സർവ്വത്തിലും, ദാരിദ്ര്യത്തില്, വേദനകളില്, ദാഹത്തില്, പട്ടിണിയിലെ, പ്രയാസങ്ങളില്, നിന്നയിൽ, അപമാനത്തില്, ഇവയിലെല്ലാം യേശു നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു, പാപം ഒഴികെ. പത്രോസ് പറയുന്ന അവൻ പാപം ചെയ്തിട്ടില്ല. 1 പത്രോസ് 2:22 യേശു പാപം ചെയ്തിട്ടില്ല. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന, യേശുവിനെ ആഴമായി സ്നേഹിച്ചിരുന്ന പത്രോസ് എന്ന് പറയുന്ന ശിഷ്യൻ
തന്റെ ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനം 2-ാമത്തെ 22-ാം വാക്യത്തിൽ പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. അപ്പോൾ പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ഒഴിഞ്ഞിരിക്കുന്നവൻ, അങ്ങനെ ഒരു നിലയിലും പാപം ചെയ്തിട്ടില്ലാത്തവൻ മാനസാന്തര സ്നാനം ഏൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിന് യേശു സ്നാനമേറ്റു? പിന്നെ എന്തിന് യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു? മത്തായി 3:15 യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. നോക്കുക, യോഹന്നാൻ അവനെ വിലക്കുന്നുവെങ്കിലും നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം. കാരണം ഇതാവശ്യമില്ല എന്ന് നിനക്ക് തോന്നുന്നു എങ്കിലും അനിവാര്യമാണ്, അതുകൊണ്ട് സമ്മതിക്കാം എന്ന് യേശു യോഹന്നാനോട് പറയുകയാണ്. എങ്ങനെ അനിവാര്യമാകുന്നു? ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കുന്നത് നമുക്കുചിതം, ദൈവത്തിന്റെ ഹിതമാകുന്നു. ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കുന്നത് ദൈവഹിതമാകുന്നു. സകല നീതിയെ നിവർത്തിക്കുന്നതിൽ സ്നാനവും ഉൾപ്പെട്ടിരുന്നു എന്ന് യേശു പറയുമ്പോൾ ക്രൂശുമരണം മാത്രമല്ല, സ്നാനവും അതിൽ ഉൾപ്പെട്ടിരുന്നു. സകല നീതിയെ നിവർത്തിക്കുന്നതിൽ സ്നാനവും ഉൾപ്പെട്ടിരുന്നു എന്ന് യേശു പറയുമ്പോൾ സ്നാനമേൽക്കുന്നതിൽ നിന്ന് യേശുവിനെ തടയുവാൻ യോഹന്നാന് കഴിയില്ല. സകല നീതിയും എന്ന് പറയുമ്പോൾ പാപികളായ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി നിറവേറേണ്ട സ്വർഗീയ നീതി നിർവഹണത്തിൽ ദൈവപുത്രന്റെ സ്നാനവും ഉൾപ്പെട്ടിരുന്നു എന്ന് സാരം. സ്വർഗീയ നീതി നിർവഹണത്തിൽ ദൈവപുത്രന്റെ സ്നാനവും ഉൾപ്പെട്ടിരുന്നു എന്ന് സാരം. യേശു പാപമില്ലാത്തവനായിരുന്നുവെങ്കിലും പാപികളോട് കൂടെ എണ്ണപ്പെടുവാൻ അവരുടെ നിരയിലേക്ക് താണിറങ്ങി. അവിടെ ആരാ നിൽക്കുന്നത്? യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ നിൽക്കുന്നത്. അവിടെ വന്ന നീതിമാന്മാരെന്ന് പുകഴ് പറയുന്ന പരീക്ഷന്മാരെയും സദൂക്യരെയും ഒക്കെ യോഹന്നാൻ അകറ്റിക്കളയുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ നിരന്നു നിൽക്കുന്നത് ചുങ്കക്കാരും വേശ്യകളും ഉൾപ്പെട്ട സാധാരണ ജനം അവിടെ നിൽക്കുകയാണ്. പാപികളെന്ന് മുദ്ര കുത്തപ്പെട്ടവർ, വെറുക്കപ്പെട്ടവരെന്ന് കുത്തപ്പെട്ടവർ അവിടെ ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാണ്. അവരുടെ നിരയിലേക്ക് താണിറങ്ങി ചുങ്കക്കാരുടെയും വേശ്യകളുടെയും കൂടെ മാനസാന്തര സ്നാനത്തിനായിട്ട് പാപമില്ലാത്ത പവിത്രൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ പാപികളോടുകൂടെ അവരുടെ നിരയിൽ നിൽക്കുകയാണ്. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി തീരേണ്ടതിന്, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി തീരേണ്ടതിന്, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി തീരേണ്ടതിന് യേശു പാപികളോടുകൂടെ സ്നാനമേറ്റുകൊണ്ട് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. പാപികൾക്ക് പകരമായി പ്രായശ്ചിത്തയാഗമായിക്കൊണ്ട് തന്റെ ഐഹിക ശുശ്രൂഷ തികച്ചു. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി തീരേണ്ടതിന് യേശു പാപികളോടുകൂടെ സ്നാനമേറ്റുകൊണ്ട് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. പാപികൾക്ക് പകരമായി പ്രായശ്ചിത്തയാഗമായിക്കൊണ്ട് തന്റെ ഐഹിക ശുശ്രൂഷ പൂർത്തീകരിച്ചു. അപ്പോൾ സകല നീതിയും ദൈവിക നീതിയിൽ സ്നാനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശു സ്നാനമേറ്റു എന്ന് വ്യക്തം. ഇനി യേശു സ്നാനപ്പെട്ടതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ ചോദിക്കാം കേട്ടോ. യേശു സ്നാനമേറ്റതിന്റെ കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. രണ്ടാമത്തേതും പ്രധാനപ്പെട്ടതുമായ ഒരു കാരണം, യേശുവിന്റെ സ്നാനത്തിൽ ദൃശ്യവും ശ്രവ്യവുമായി ഉണ്ടായ ചില സംഭവങ്ങളും അവയിലൂടെ യേശുവിന്റെ ശുശ്രൂഷയ്ക്കുണ്ടായ കൺഫർമേഷൻ അഥവാ സ്ഥിരീകരണം അഥവാ തെളിവ്. യേശു സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മത്തായി 3:16-17 വാക്യങ്ങൾ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. യേശു സ്നാനമേറ്റ് കഴിയുമ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി.
അന്നേരം പ്രസാദിച്ചെന്നാണ് പറയുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ആ നിലയിലൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ പ്രസാദിച്ചിരിക്കുന്ന എന്റെ പ്രിയപുത്രനാണ് ഇവനെന്ന് പറഞ്ഞ് സ്വർഗം, അതായത് പിതാവ് ചൂണ്ടിക്കാണിക്കുകയാണ്, വിളംബരം ചെയ്യുകയാണ്. അല്ലാതെ ഇന്ന് പ്രസാദിച്ചെന്നല്ല, സ്നാനമേറ്റുകൊണ്ട് പ്രസാദിച്ചെന്നല്ല. ഇത് വായിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നിപ്പോകുന്നത്. ഞാൻ പ്രസാദിച്ചിരിക്കുന്ന എന്റെ പ്രിയപുത്രൻ ഇതാ എന്ന് പറഞ്ഞ് പിതാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ, യോഹന്നാൻ 1-ന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ എന്റെ അടുക്കൽ വന്ന യേശുവിനെ കണ്ടിട്ട് അവനെ യോഹന്നാൻ ഇങ്ങനെ പറയുന്നതായി കാണുന്നുണ്ട്. 31 മുതൽ 34 വരെ ഒന്ന് വായിച്ചാട്ട്. അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ വന്നിരിക്കുന്നു. സ്നാനം കഴിപ്പിക്കുന്നു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് വസിക്കുന്നത് നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് അവിടെ പരിശുദ്ധാത്മാവിന്റെ തീയിലോ എന്നുള്ളത് അവിടെ പറയുന്നില്ല. അതുകൊണ്ടൊന്ന് കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. യോഹന്നാൻ പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ ദൈവം യോഹന്നാനോട് പറഞ്ഞിരിക്കുന്ന ഇതാണ്, അവൻ അതായത് മശിഹ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്റെ ശുശ്രൂഷ അതാണ്. എന്നാൽ ആത്മാവ് പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ എന്ന് ഞാൻ കണ്ടു. അത് യേശുവിന്റെ മേൽ വസിച്ചു. അത് യേശുവിന്റെ മേൽ വസിച്ചു. ചന്ദ്രമിറർ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട്. എനിക്ക് മ്യൂട്ട് ചെയ്യൂ. എന്നിട്ട് യോഹന്നാൻ പറയുകയാണ്, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ, അതായത് ദൈവം എന്നോട് പറഞ്ഞു, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, നിന്റെ കണ്ണുകൊണ്ട് കാണുമോ, അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു. ഇതാ ഞാൻ ഇവനെ കാണുകയും ഇവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ യോഹന്നാനെ അയച്ച ദൈവം അവനോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞിരുന്നു. യോഹന്നാന് ലഭിച്ചിരുന്ന അരുളപ്പാടാണ്. യേശു സ്നാനമേറ്റ ഉടൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ യേശുവിന്റെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും യോഹന്നാൻ കാണുകയും പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നുവെന്ന്, യേശു ദൈവപുത്രനാകുന്നുവെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. യോഹന്നാന് കിട്ടിയ ആ കൺഫർമേഷനാണ്. യെശയ്യാ 11-ന്റെ 2-ാം വാക്യത്തിൽ, യെശയ്യാ 11:2, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വേഗത്തിന്റെ ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. ഐശയ്യാ 42:1, യെശയ്യാ 42:1, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ എന്ന് പിതാവാം ദൈവം സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം. അന്ന് പ്രവാചകനിലൂടെ അരുളി ചെയ്ത അതേ കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം യെശയ്യാവിലൂടെ മുന്നറിയിച്ചിരുന്നത് പോലെ, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു സ്നാനമേറ്റയുടൻ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി യേശുവിന്റെ മേൽ വരികയും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്വർഗത്തിൽ ഒരു ശബ്ദം ഉണ്ടാകുകയും ചെയ്തപ്പോൾ യോഹന്നാനോട് ദൈവം മുന്നറിയിച്ചിരിക്കുന്ന അരുളപ്പാട് നിവൃത്തിയാകുകയും ദൈവം പൂർവ്വകാലത്ത് യെശയ്യാവ് തുടങ്ങി തന്റെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തത് നിവൃത്തിയാകുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങി വരുമെന്ന പ്രവചനം നിവൃത്തിയായിരിക്കുന്നുവെന്ന് ദൃശ്യവും ശ്രവ്യവുമായ ഉറപ്പ് ലഭിച്ചു. അതിനുള്ള വേദിയായി യേശുവിന്റെ സ്നാനം. യേശുവിന്റെ സ്നാനത്തിന്റെ പ്രാധാന്യം ആ നിലയിൽ കാണുക.
യേശുവിന്റെ ബാല്യം മുതൽ യൗവനം വരെ എന്ന വിഷയമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് സംബന്ധിച്ച് യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ വരുന്നതും എന്തുകൊണ്ട് സ്നാനം ദൈവിക നീതി നിവൃത്തിയാകുവാൻ മനുഷ്യവർഗത്തിന്റെ രക്ഷകൻ പാപമൊഴികെ സകലത്തിലും പാപികളോടുകൂടെ എണ്ണപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദൈവിക നിവൃത്തിയാകുവാൻ യേശു സ്നാനമേറ്റു. യേശു സ്നാനപ്പെട്ടതിന്റെ മറ്റൊരു കാരണം സ്നാനത്തിൽ ദൃശ്യവും ശ്രവ്യവുമായി ഉണ്ടായ സംഭവങ്ങൾ, അവയിലൂടെ യേശുവിന്റെ ശുശ്രൂഷയ്ക്കുണ്ടായ ആ ഡിവൈൻ കൺഫർമേഷൻ, ദൈവിക സ്ഥിരീകരണമായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് പരീക്ഷകളിൽ വിജയിച്ച യേശു, ജീസസ് ഹു ട്രയംഫ്ഡ് ഓവർ ട്രയൽസ് എന്നുള്ള വിഷയമാണ്. അവിടേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല. 8 മണി കഴിഞ്ഞ് 6 മിനിറ്റായി. ചില വാക്കുകൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പരീക്ഷ എന്ന് പറയുവാൻ, അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ മസ എന്നും ഗ്രീക്ക് ഭാഷയിൽ പേരാസ്മോസ് എന്നും പറയുന്ന പദം, ഇംഗ്ലീഷിൽ ടെംപ്റ്റേഷൻ അഥവാ പ്രലോഭനം എന്നർത്ഥം വരുന്ന ആ പദമാണ് പലയിടത്തും പരീക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷ എന്ന് പറയുമ്പോൾ പ്രലോഭനം എന്ന് പറയുമ്പോൾ അതിലൊരു നെഗറ്റീവ് കൊണോട്ടേഷനാണുള്ളത്, നെഗറ്റീവ് മീനിങ് ആണ്. ഒരു പരീക്ഷയിലൂടെ പരാജയപ്പെടുത്തുവാൻ ഉള്ള ഒരു പ്രലോഭനമാണ്. മാസ എന്ന് പറയുന്ന വെർബ്, അല്ലെങ്കിൽ പേരാസോ എന്ന് പറയുന്ന വെർബിനെ ടെംപ്റ്റ്, പ്രലോഭിപ്പിക്കുക എന്നർത്ഥം വരുന്നു. ബാഹാൻ എന്ന എബ്രായ പദത്തിന് ഡോക്കിമാസോ എന്നർത്ഥമുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ഡോക്കിമാസോ എന്നും എബ്രായ ഭാഷയിൽ ബാഹാൻ എന്നും പറയുന്നു. അതിനെ ടു ടെസ്റ്റ്, പരിശോധിക്കുക എന്നർത്ഥമുണ്ട്. മറ്റേത് പ്രലോഭനം അല്ലെങ്കിൽ പരീക്ഷ എന്നായിരുന്നെങ്കിൽ ഡോക്കിമാസോ അല്ലെങ്കിൽ ബാഹാൻ എന്നുള്ള എബ്രായ വാക്കിന് ടു ടെസ്റ്റ് അല്ലെങ്കിൽ പരിശോധിക്കുക, അല്ലെങ്കിൽ അസേ മെറ്റൽസ്, ലോഹങ്ങളുടെ മാറ്റുനോക്കുന്നത് എങ്ങനെ ഉരുക്കിയൊക്കെയാണ് മാറ്റുനോക്കുന്നത് എന്നൊക്കെയാണ് ഈ നിലയിലുള്ള ഈ വാക്കുകളുടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് ബാക്കി യേശുവിനുണ്ടായ പരീക്ഷയും അതുകൂടാതെ 5 വിധത്തിലുള്ള പരീക്ഷകൾ സംബന്ധിച്ച്, ദൈവവചനത്തിൽ കാണുന്ന 5 വിധത്തിലുള്ള പരീക്ഷകൾ സംബന്ധിച്ചും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. 5 വിധത്തിലുള്ള പരീക്ഷകൾ. മനുഷ്യരെ പരീക്ഷിക്കുന്നു. അതുകൂടാതെ മനുഷ്യർ തങ്ങളെ തന്നെ ശോധന ചെയ്യുന്നു. മനുഷ്യർ ദൈവത്തെ പരീക്ഷിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ വിശ്വാസത്തിന്റെ ശോധന കഴിക്കുന്നു. പിന്നെ സാത്താൻ ദൈവജനത്തെ പരീക്ഷിക്കുന്നു അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുന്നു. ഇങ്ങനെ 5 വിധത്തിലുള്ള പരീക്ഷകൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതേപ്പറ്റി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. വിജയൻ ബ്രദർ പ്രാർത്ഥിച്ചാട്ട്. വിജയേന്ദ്രൻ പ്രാർത്ഥിച്ചാട്ട്. പനിയൊക്കെ കുറഞ്ഞോ ബ്രദറിന്റെ? കുറച്ച് കുറവുണ്ട് സാറേ, കുറവുണ്ട്. ഓക്കെ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, അനുഗ്രഹപ്പെട്ട നല്ല സമയത്ത് തിരുമേനി അങ്ങേ വാഴ്ത്തുന്ന സ്തുതിക്കുന്ന തത്തോളം കർത്താവിന്റെ തിരുവചനം പഠിക്കാൻ ഞങ്ങളുടെ തിരുപ്പാദപ്പെടുത്തൽ നിങ്ങൾ കടന്നു കർത്താവ് ഇന്ന് തിരുവചനം പഠിക്കുവാൻ കടന്നുന്ന എല്ലാ പ്രിയപ്പെട്ട ദാസന്മാർ സഹോദരി എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ച കൃപ നന്ദിന്നതാ ആടെ സിസ്റ്ററിന് ഒരു തടസ്സത കർത്താവ് കാത്തു പരിപാലിച്ച കൃപ നന്ദി കർത്താവ്. തിരുവചനം പഠിപ്പിക്കാൻ കടന്നത് പ്രിയ ദൈവദാസനെ കുടുംബത്തോട് അനുഗ്രഹം പാടുന്ന മറ്റുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ ദൈവദാസന്റെ കുടുംബങ്ങൾ അനുഗ്രഹം പാടുന്ന ഞങ്ങളുടെ താപ ബൈബിൾ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്നെ അനുഗ്രഹം തിരുവചനം പഠിച്ച് കർത്താവേ കടന്നുവരെ കർത്താവ് സാഗരം പാടുതാവേ കർത്താവേ എല്ലാ മറ്റുള്ള വിഷയങ്ങൾ എല്ലാ ദൈവദാസരോടും പ്രാർത്ഥി PG മത്തായി കൊടുത്ത സൗഖ്യത സ്തോത്രം ഉണ്ടാവേ കർത്താവേ. പ്രാർത്ഥന കേട്ട സ്തോത്രം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ സ്വർഗ്ഗീയ നല്ല ദൈവമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Thank you, sir. Thank you.